നമ്മുടെ മുഖ്യാതിഥി രഘുനാഥൻ പറളി അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന തനിമയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി.ടി. കുഞ്ഞാലി, ഈ മത്സരത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്ന ഡോക്ടർ ജമീൽ അഹമ്മദ്, സമ്മാനം നേടിയിട്ടുള്ള കെ.ടി. മൻസൂർ അലി, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സുധീർ സുലൈമാൻ, ജില്ലാ സെക്രട്ടറി നൌഷാദ് പറളി, പ്രിയപ്പെട്ട ഉയരെഴുത്തിലെ അംഗങ്ങളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, വളരെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഈ വർഷത്തെ നമ്മുടെ 12ാമത് ഉയരെഴുത്ത് ഇവിടെ നടക്കുന്നത്. തനിമയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ ഒരു ഭാരവാഹിയാണ് റഹ്മാൻ മുന്നൂർ അവർകൾ. തനിമയുടെ ആധാരവും അടിയാധാരവും മുന്നാധാരവും അങ്ങനെ വേണ്ട പട്ടയമടക്കം കൈവശമുണ്ടായിരുന്ന ആ പാരമ്പര്യമുള്ള നമ്മുടെ നേതാവായിരുന്നു റഹ്മാൻ മുന്നൂർ അവർകൾ. അദ്ദേഹത്തിൽ നിന്നാണ് തനിമയുടെ ഡോക്യുമെന്റുകൾ നമ്മൾ വായിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന് അതെല്ലാം മനഃപ്പാഠമായിരുന്നു. തനിമയുടെ വിസ്തൃതിയെ സംബന്ധിച്ചും അതിന്റെ അതിരുകളെ സംബന്ധിച്ചും അതിന്റെ ഉടമസ്ഥതയെ സംബന്ധിച്ചും അതിലുണ്ടാകുന്ന തർക്കങ്ങളെ സംബന്ധിച്ചും ഒക്കെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അടിസ്ഥാനം ആധാരവും പട്ടയവുമാണ്. അപ്പൊ ആ തർക്കങ്ങളിൽ നമ്മെ നയിച്ചിരുന്ന മാന്യ അദ്ദേഹമായിരുന്നു റഹ്മാൻ മുന്നൂർ അവർകൾ. പിന്നെ ഏത് സന്ദർഭത്തിലും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, മരിക്കുന്നത് വരെ. അവസാന സന്ദർഭത്തിൽ ഞാനും സലീം കുരിക്കിളകത്തും അദ്ദേഹത്തെ നടക്കുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ സന്ദർശനങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിന് വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ല. റോഡ് ക്രോസ് ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും, എറണാകുളം നഗരത്തിലൂടെയൊക്കെ പ്രത്യേകിച്ചു, അപ്പോഴാണ് ഞങ്ങൾ അദ്ദേഹത്തിന് ചെറിയ ഒരു ശാരീരിക ക്ഷീണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അദ്ദേഹത്തെ റോഡ് മുറിച്ച് കടത്തുക. ക്രമേണ അവശനാവുകയും മരണത്തിന് വിധേയനാവുകയുമാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ അതോടുകൂടി തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തനിമ ഒരു സ്ട്രക്കായ ഒരു സന്ദർഭമായിരുന്നു തീർച്ചയായിട്ടും അത്. അദ്ദേഹത്തിന്റെ നേതൃത്വം ഉണ്ടായിരുന്നത് തനിമയിൽ ആരും ഇല്ലാതിരുന്ന ഒരു കാലത്താണ്, അല്ലാതെ ഇപ്പോഴത്തെ പോലെയുള്ള ഒരു അന്തരീക്ഷത്തിലല്ല. ഇപ്പൊ കുറെ ആളുകളുണ്ട് തനിമയ്ക്ക് നേതൃത്വം നൽകാനും അതിനെ മുന്നിൽ നിന്ന് നയിക്കാനും ഉപദേശങ്ങൾ നൽകാനും ഒക്കെ. അന്ന് ശരിക്കും ഒരു 10-12 പേർ സംസ്ഥാനത്തുണ്ടായിരുന്നു. അതിൽ തന്നെ എല്ലാവരും തിരക്കുകാരായിരുന്നു. ഇങ്ങനെ എപ്പോഴും വന്ന് കാര്യങ്ങൾ നോക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം തന്നെയാണ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചിരുന്നത്. നമ്മുടെ ആദ്യത്തെ സാംസ്കാരിക സഞ്ചാരം അങ്ങനെയൊക്കെ തുടങ്ങിയ തനിമയാണ് ഇപ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലും മലയാളികളുടടുത്ത് 80ഓളം നിറഞ്ഞ ചാപ്റ്ററുകളുമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതൊക്കെ അദ്ദേഹത്തിന്റെ ആ നേതൃത്വത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ബലത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ സാധാരണ നടത്താറുള്ള ജനകീയ മത്സരത്തിന്
റഹ്മാൻ മുന്നൂരിന്റെ പേര് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നമ്മൾ ശേഖരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് സമ്മാനം കൊടുക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് ആലോചിച്ചപ്പോ നമുക്ക് ഈ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ പാലക്കാട് വെച്ച്, പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ തനിമ പ്രവർത്തകർ വളരെയധികം സജീവമായി അവര് ഈ ഒരു ഉയരത്തിനെ സ്വീകരിക്കുകയും അതിൽ ധാരാളം ആവിഷ്കാരങ്ങൾ കൂട്ടിച്ചേർത്ത് മനോഹരമാക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായും നമുക്ക് ഈ വേദിയിൽ വെച്ച് തന്നെ ഇത് നൽകണമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ശ്രീ രഘുനാഥൻ പറളി അവരുടെ സാന്നിധ്യം തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ സന്തോഷകരമാണ്. ഏതായാലും ഈ സദസ്സിൽ അതിനെ സമ്മാനം ലഭിച്ചവരെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള മത്സരങ്ങളിൽ അത് റഹ്മാൻ മുന്നൂർ അനുസ്മരണ മത്സരം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുക എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.